Welcome back to Stories of Naira. Queue നടക്കുന്നുണ്ട് guys. Hi. Sorry. Like I haven't worn the dust. That's simple. I already You gotta get. Oh! You're so cool. Oh my God, I love your eyes. Yeah, thank you. Hi, say hi. Hi, say hi. Guji guji. No. Oh my God. Oh. Oh. Guji guji. Give me a kiss. Oh. Okay. You're so cute. Bye. Oh, danger. That's danger. That's danger. Hi. Okay. Bye. I'm going to college. Baba. എടുത്തില്ലേടാ വീഡിയോ. ഇത് മിന്നു, അപ്പുറത്ത് ലവ് ജോത്ത്, അതിൻ്റെ അപ്പുറത്ത് ജാസ്. സിനിമ. Hello. Hi. How are you? I'm good. It's healthy. It's vitamin C, I think. Vitamin C, he thinks. तफ़ाब को भीड़ तरारी कैसी कुछ दावा ऐसी है देखकर നോക്കടാ പോയി. It's like whale. You know whale. അങ്ങനെ ഗൈസ്, അതാണ് കാര്യം. പോവാണോ? ടാറ്റാ. ബൈ. Dude, what is happening? Is this chicken wrap? Oh, really? Okay. This is hot. Oh my God. ഭയങ്കര ഹോട്ട്. അങ്ങനെ ഫുഡ് കഴിച്ചു. വയറൊന്നും അങ്ങനെ നിറഞ്ഞിട്ടില്ല. എനിവേ, ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഒന്നുകൂടെ ബാത്ത് ആൻഡ് ബോഡിയിൽ ഒന്ന് കയറണം. ആ ഒരു ഫ്ലേവറിൻ്റെ എനിക്ക് പേര് ഓർമ്മയില്ല. ഞാനൊന്ന് തപ്പിയിട്ട് ഒന്ന് കയറിയിട്ട് മിക്കവാറും വാങ്ങത്തില്ല, കാരണം എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ലെറ്റ് മീ തിങ്ക്. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോകും. പിന്നെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം കേട്ടോ.
ടൂറിസ്റ്റ് അല്ലേ, അവിടെ നിന്ന് ചാടാം. എന്നാ ടിമ്മിന്ന് എന്ത് ഞാൻ കഴിക്കുന്നു? ഇതിന്റെ പ്രശ്നം പൊന്നു മുത്ത ഞാൻ രാത്രി കൊണ്ടല്ലേ ഇതൊക്കെ. ഇതാണ് എൻ്റെ ഒരു ഫുൾ ഇത് വരുന്നത്. ഞാൻ ബൂട്ട് ഇട്ടിട്ടില്ല, ബൂട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ബാഗ് എടുത്തിട്ടുണ്ട്. ഇതാണ്. പിന്നെ മുടി ഞാൻ ഇങ്ങനെ തൽക്കാലം കെട്ടുന്നത്. ഒരുമാതിരി കോഴി വാല് പോലെ പുറകിൽ കിടപ്പുണ്ട്. ഒന്ന് അടുക്കി വെക്കട്ടെ. ചിലപ്പോൾ ഞാൻ അഴിച്ചിടും കേട്ടോ, തീരെ ബോറാണെങ്കിൽ അഴിച്ചിടും. അയ്യേ എന്തോ പോലെ കിടക്കുന്നു മുടി. Hi. Hi. You want to say something? Merry Christmas. Do you? I'd rate the coffee 7. The experience 11. Oh yeah. Bye. Merry Christmas. സോ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് കാറ്റുമായിട്ട് നമ്മളിങ്ങനെ ഒരു വാക്കിന് വന്നിരിക്കുവാണ്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സോ നമുക്ക് നോക്കാം. വാവ്, show you. Cinematic. I never know what to do when people record, so I just... Yeah. Okay. Oh yeah. There's 6. 1, 2, 3, 4, 5. 6. 1, 2, 3, 4, 5 right there. There 6, too. Oh my. 7, 8. What the? Oh my god. Really? Okay, let me see. 1, 2, and 3, 4, 5, 6, 7. Where's the one? Oh yeah. There, 8. There.
1, 2, 1, 2, 3, 4, 9. 5, 6. Over there. Oh my God, yes! There's sprouting Oh, out everywhere. shoot. Wow. So 1, 2, 3, 4, 5, 6, 7, 8, 9. Look at the one above us. Oh yeah. Zoom in on that. Ooh. Oh. Yeah. അങ്ങനെ എല്ലാവരും എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എന്ത് പറയാനാണ്, ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ലൈഫൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ എന്നെ പുഷ് ചെയ്താണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ ആ വീഡിയോ എനിക്ക് ബർത്ത്ഡേയുടെ അടുത്ത ദിവസം തന്നെ ഇടണമെന്നുണ്ടായിരുന്നു. ബട്ട് കുറച്ച് ദിവസം ഒരാഴ്ച കൂടിപ്പോയല്ലേ, ഒരാഴ്ച കഴിഞ്ഞു. എനിവേ, ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മൊത്തം സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ ഡേ വേസ്റ്റ് ചെയ്തു. അങ്ങനെ വേസ്റ്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇന്നൊരു തേഴ്സ്ഡേ ആണ്, എനിക്ക് ഒരു ഓഫ് കിട്ടിയ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ആകെ ഷോക്ക് അടിച്ച് രാവിലെ കിടന്നപ്പോൾ റോഷ്നി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടുണ്ട്. ബൈ ദ വേ, ഞാൻ ഒരു 2 മാസം മുന്നേ ഞാൻ ബ്രാൻഫോർഡ് വന്നപ്പോൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് ഒരു വീട്ടിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ. അടിപൊളിയൊരു വീടാണ്, അവിടെ ഒരു പ്രൈവറ്റ് റൂമാണ്. അപ്പോൾ പ്രൈവറ്റ് റൂമിലോട്ട് മാറി അവിടെയാണിപ്പോൾ 2 മാസമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ടാണ് റോഷ്നി. എനിവേ, അപ്പോൾ റോഷ്നി എന്നോട് പറഞ്ഞു ഇവിടെ ചേർച്ചിൽ ഒരു ഫുഡ് ബാങ്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് പോകുമ്പോഴത്തേക്കും ആവശ്യമുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ആ സംഭവങ്ങൾ എനിക്കറിയാം, പക്ഷെ ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു തവണ എങ്ങാണ്ടോ പോയി ഇതുപോലെ കുറേ സാധനം മേടിച്ച് വേസ്റ്റാക്കി കളഞ്ഞതെന്നല്ലാതെ ഞാൻ പിന്നെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആസ് എ പാർട്ട് ഓഫ് എന്തു പറയാൻ എൻ്റെ ലൈഫിൽ ഈ ഒരു വല്ലാത്തൊരു ഡൗൺ ഫേസിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ തന്നെ ഞാൻ ബെറ്റർ ആക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഞാൻ കരുതി എന്താണ്, രാവിലെ അപ്പോൾ തന്നെ എണീറ്റു ജസ്റ്റ് ചുമ്മാ ഒരു മോർണിംഗ് ആക്ടിവിറ്റി പോലെ ഈ ഫുഡ് ബാങ്കിൽ പോകാമെന്ന് കരുതി. അങ്ങനെ ഫുഡ് ബാങ്കിൽ പോയി. അത്യാവശ്യം ഒരു ഫുഡ് ബാങ്കിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനൊരു ഷോർട്സ് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഫോണ് ചാർജ് തീർന്നു പോയി. അതിനിടയിൽ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, വൃന്ദ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ചാർജും അങ്ങ് തീർന്നു. അപ്പോൾ എനിവേ, അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചേർച്ചിൽ നമുക്കിഷ്ടമുള്ള അവരിങ്ങനെ കുറേ ഓപ്ഷൻസ് തരും. നമുക്ക് ആവശ്യമുള്ളത് ആ ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യാം. ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ അകത്ത് കയറിയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള കവർ കൊടുത്താൽ മതി. അപ്പോൾ അവരെന്ത് ചെയ്യും, കവറിനകത്ത് അവിടെ ഉള്ളത് ഇട്ട് കൊണ്ട് തരും. ഞാൻ പോർക്ക് കഴിക്കത്തില്ല, അപ്പോൾ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഞാനവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ എനിക്കിവിടെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ നിങ്ങൾ കണ്ടതാണ് ഒരു അമ്മൂമ്മയുള്ള കാര്യം. അപ്പോൾ ഞാൻ അമ്മൂമ്മേനെ ഇടയ്ക്കിടയ്ക്ക് മിക്ക ദിവസവും ഞാൻ പോയി കാണാറുണ്ട്. എൻ്റെ വർക്ക് പ്ലേസിൻ്റെ അടുത്താണ് പുള്ളിക്കാരി താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പുള്ളിക്കാരിനെ പോയി കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളിക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആയി ഈവനിങ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഗ്രോസറി ഞാനും റോഷ്നിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ ആവശ്യമില്ലാത്ത കുറേ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി പുള്ളിക്കാരിക്ക് കൊണ്ട് കൊടുക്കാമെന്ന്. കാരണം പുള്ളിക്കാരിയുടെ പേ ഇനി ഒരു 2 ആഴ്ച കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ പുള്ളിക്കാരിക്ക് വേറെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല. സോ ഐ തോട്ട് ഓഫ് ഗിവിങ് കപ്പിൾ ഓഫ് എന്ത് പറയാൻ ഫുഡ് ഐറ്റംസ് അവർക്ക്. അപ്പോൾ ഒരു കവർ നിറച്ചതേ സാധനങ്ങളുണ്ട്. ഈ വരുന്ന വഴിക്ക് ഈ കവറിൻ്റെ വള്ളി പൊട്ടി. അങ്ങനെ എൻ്റെ ചുണ്ടിൻ്റെ ഇവിടെ വന്ന് ഇടിച്ചു. പിന്നെ സാടല്ലടാ, പൊട്ടല്ല. അങ്ങനെ ഞാൻ ആ കവറുമായിട്ട് താങ്ങി ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറകിലൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലാണ് കാത്തി താമസിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ലോങ് ഇൻട്രോ അല്ലേ, പക്ഷെ വിശേഷം പറയണ്ടേ. അപ്പോൾ എന്തായാലും ഞാൻ കാത്തിയുടെ അങ്ങോട്ട് പോയിട്ട് ബാക്കി എടുക്കാം കേട്ടോ. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ പാർക്കാണ് കേട്ടോ. ആ സൈഡും ഫ്ലവർ പാർക്കാണെന്ന് തോന്നുന്നു. ഈ പാർക്ക് എനിക്ക് അത്യാവശ്യം കുറേ മെമ്മറീസ് ഉള്ളൊരു പാർക്കാണ്. വേറെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചിലപ്പോൾ ഒരിടയ്ക്ക് നാട്ടിൽ നിന്ന് പോയിട്ടൊക്കെ വന്നപ്പോൾ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 മണിക്കൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഒരു 12:30 ആകുമ്പോൾ ഈ പാർക്കിൽ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ആലോചനയും എന്തെങ്കിലും പാട്ട് കേൾക്കുകയോ എന്തെങ്കിലും എഴുതുകയോ ഇങ്ങനെ ചെയ്യലാണ് എൻ്റെ പണി. അങ്ങനെയാണ് സംഭവം. എനിവേ, ഞാനങ്ങനെ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടിലൂടെ ബാക്കിൽ ആ ഫ്ലാറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്.
അങ്ങനെ അതെ ആ സെയിം എന്താണ് ലെഫ്റ്റിലാണ് ഞാനിപ്പോൾ. അപ്പം 11th ഫ്ലോറിലാണ് കാത്തിയുടെ അപ്പാർട്ട്മെന്റ് ഉള്ളത്. കുറച്ച് മുന്നേ എണീക്കേണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഒരു ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ കിടന്ന ബ്ലോഗ് കണ്ട് ഉറങ്ങി, എണീറ്റു, പിന്നെയും കിടന്നു കിടന്നിടന്നെനിക്ക് മടുത്തു. എത്തി. കാത്തിനെ കാണാൻ പോവാം. There you go. Hey, Kathy. Not recording you. This is the beautiful house of Kathy. She used to live here. I grew up there. Yeah. I was born there. This is Muffy. Oh. What a little fart cheese. So these all are the things we got from food You bag. didn't want any of it? I don't need any of them. Well, I'll take the onions and the green onions. Oh, yep. Put in the fridge. Freezer. And I'll take the chicken legs. You know, I love chicken. And this too. This too goes. In. Oh. Yeah. Oh, it's called me. ഇതാണ് എൻ്റെ ചക്രക്കുട്ടി മഫി. ചക്രക്കുട്ടി മഫിയാണോ ഇനി? ഇതിനി ചക്രക്കുട്ടിയാണോ? ഒരു ശുണ്ടറി മഫിയാണ്. ഇവൾക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? ഒരു 7 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവളെൻ്റെ ഫേവറേറ്റ് ആയി. ഞാൻ എപ്പോൾ വന്നാലും ഇതുപോലെ എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് കിടക്കും. അല്ലേടി ശുണ്ടറിയാണോ ഇനി? Imagine I'll get around the building that Kathy's a cougar. Well, they gossip. അങ്ങനെ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ അടുത്തുള്ള ഡോളറമേ പോയിട്ട് 2 പേർക്കും ഡ്രിങ്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു മാംഗോ, അമ്മച്ചിക്കൊരു. What are you doing? What the heck? It's for my YouTube channel. അതാണ് എൻ്റെ വർക്ക് സ്ഥലം. ഇതാണ് ഡോളർ സ്റ്റോർ. Let's go. Thank you. Oh. You feel good? It's nice and warm. Cool? Yeah, cool in here. Almost too cold. Yeah. Okay. Where is our drink? Remember where my It's here. It's here, right? This is mine. Where's yours? What are you doing? No. You're not doing it. I'm not. No. All right, guys. അങ്ങനെ ഞങ്ങൾ ഡോളർ സ്റ്റോറിൽ നിന്ന് ജ്യൂസ് ഒക്കെ മേടിച്ചിട്ട് ഇറങ്ങി. This is my favorite one. എനിക്ക് ഇവിടെ ഒരുപാട് മാംഗോ ജ്യൂസ് I tried. പക്ഷേ I like this one the most. ഇത് $1 ഉള്ളൂ. $1.50. That's it. And I really like the taste of this. എനിക്ക് മാത്രമല്ല, റോഷ്നിക്കും ഇതാണ് ഇഷ്ടം. ഞങ്ങൾ 2-3 ഡിഫറെൻ്റ് ആയിട്ടുള്ള മാംഗോ ജ്യൂസ് ട്രൈ ചെയ്തു. ഇപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് നടക്കുവാണ്. അങ്ങനെ ദേ കാത്തി അങ്ങോട്ട് നടന്നു പോയി. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ പാർക്കിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരിക്ക് നല്ലപോലെ ബാക്ക് ഹേർട്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കും ഒരുപാട് പണിയുണ്ട്. നാളെ രാവിലെ എനിക്ക് 9:30 തൊട്ട് 8 മണി വരെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പം ഞാനിനി വീട്ടിൽ പോകണം, കുളിക്കണം. പിന്നെ എനിക്ക് 2-3 പരിപാടീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി, പക്ഷെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, വീട്ടിൽ പോകണം. സമയം ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. ഞാൻ വീടെത്തുമ്പോഴേക്കും ഒരു 7:30 ആവും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, ഇതാണ് എന്നും ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ഒരു ബ്രിഡ്ജാണ്. ഭയങ്കര രസമാണ് ഇവിടെ കാണാനായിട്ട്. ചില സമയങ്ങളിൽ ദേ അപ്പുറത്തെ സൈഡ് അവിടെ എൻ്റെ ജ്യൂസ് അവിടെ ആയിട്ട് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അവിടെ വന്ന് ഞാൻ ഇരിക്കാറുണ്ട്.
ഇവിടെ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ സൺസെറ്റ് ഇവിടെ വന്നെന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര നൈസാണ്. കറക്റ്റ് അവിടെ അല്ല ശരിക്കും, അവിടെ ആകുമ്പോഴത്തേക്കും അവിടെ വന്ന് സണ്ണ് സെറ്റ് ആവുന്ന ഇടയ്ക്ക് കാണാം. ഭയങ്കര രസമാണ്. ഇവിടെ ആളുകൾ കയാക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, ഫിഷിങ് ചെയ്യാറുണ്ട്. നൈസാണ്. ഞാനിതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒന്നിനും സമയമില്ല. സമയം ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ഇപ്പോൾ കൂടെ വരാനും കൂട്ടുകാരായിട്ട് അങ്ങനെ ആരുമില്ല, ആരും കൂട്ടൊന്നുമില്ല, സമയമില്ല. പിന്നെ ഇവിടെ വേറെ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. ഇതിനുള്ള കാര്യങ്ങളൊന്നും. റോഷ്നിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എനിക്ക് റോഷ്നി 2 മാസമായിട്ടാണ് റോഷ്നിനെ അറിയാമെന്നുള്ളത്. പക്ഷെ റോഷ്നിയാണ് ഇപ്പോൾ കഴിക്കാൻ പോയാലോ വാ പോവാം, അവിടെ പോയാലോ ഇവിടെ പോയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി വാ പോവാം. അപ്പോൾ റോഷ്നിക്ക് ആകെ ആഴ്ചയിൽ 3 ദിവസം ജോലിയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് വലിയ സാലറി കാര്യങ്ങളൊന്നുമില്ല, എന്നാലും പോവാം, അത് ചെയ്യാം, വായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിക്കുമ്പോൾ അവളും വരും, അവൾ വിളിക്കുമ്പോൾ ഞാനും പോവും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇങ്ങനെ വീക്കിലി ബില്ലൊക്കെ അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ ഇനി ബഡ്ജറ്റ് ചെയ്യണം. എവിടെ ബഡ്ജറ്റിംഗ് ഒന്നും ഇല്ല, ഇങ്ങനെ പോവും. അത് തന്നെ കാര്യം. ഞാൻ വിചാരിക്കും ഇവിടെ അടുത്തൊരു കടയിൽ മെൽട്ടിങ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കടയുണ്ട്. അവിടെ നല്ല അടിപൊളി നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ, നല്ല ചെന്നൈ കേരള സ്റ്റൈലിൽ നല്ല അടിപൊളി ഫിൽറ്റർ കോഫി കിട്ടും. അപ്പോൾ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീല് ഞാൻ പെട്ടെന്ന് ഇടാമെന്നുള്ളതാണ് കേട്ടോ, പെട്ടെന്ന് ഇടാം. അവിടെ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെയും ഫിൽറ്റർ കോഫി ഉണ്ട് കേട്ടോ. പക്ഷേ ആ കോഫി കൊണ്ടുവച്ച് 2 സിപ്പ് എടുക്കുമ്പോൾ തന്നെ കോഫി അങ്ങ് തണുത്തു പോവും. എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതും ഇത്രയുള്ളൊരു ഗ്ലാസ്സിൽ ഒരു കോഫിക്ക് എത്രയോ $ആണ് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവിടുത്തെ കോഫി അത്യാവശ്യം, ഇപ്പം ജ്യൂസ് പോയെന്നെ, അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ട് നല്ല ചൂട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ജയലക്ഷ്മിയിലെ കോഫിനെക്കാളും എനിക്ക് ആ മെൽറ്റിംഗ് പോയിന്റിലെ കോഫിയാണ് എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ കരുതി മെൽറ്റിംഗ് പോയിന്റിൽ പോയിട്ട് ഒരു കോഫി കുടിക്കാമെന്ന്. ഇത് സിഗ്നൽ കിടപ്പുണ്ട്, ഓടി എത്തുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഇവിടെ ക്രിസ്പി ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുണ്ട്. ഇവിടെ സമോസ, പഫ്സ്, കുർക്കുറെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ. ആ കാണുന്ന ആ സ്പോട്ടാണ് മെൽറ്റിംഗ് സ്പോട്ട്, ദി മെൽറ്റിംഗ് സ്പോട്ട്. അങ്ങോട്ട് നമുക്ക് പോവാം. എൻ്റെ ബാഗൊക്കെ ഇരിക്കുന്നു. I wish they have. I just removed the lid. I don't like it. അങ്ങനെ അതാ കോഫി കുടിച്ചിട്ട് ഞാൻ ഇറങ്ങി. ഒരു ഓളത്തിന് വേണ്ടി അങ്ങ് കയറി കുടിച്ചതാണ്. പക്ഷെ എനിക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി ഇനിയും കുറച്ചിരിപ്പുണ്ടായിരുന്നു. കളയുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. $1 കോഫി ഞാൻ കളഞ്ഞു, $2 ഞാൻ കുടിച്ചു.
എനിവേ എനിക്കങ്ങനെ പാല് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അൾസർ ഉള്ളത് കൊണ്ടിട്ട്, പിന്നെ ഞാൻ ലാക്ടോസ് ഇൻടോളറൻസ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാലും കോഫി കുടിക്കുമ്പോൾ അങ്ങനെ എനിക്ക് വേറെ പ്രശ്നം ഉണ്ടാവാറില്ല. അങ്ങനെയാണ് കാര്യം. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് നടക്കുവാണ്. ഞാൻ പറഞ്ഞ നാവ് എടുത്തങ്ങ് ഇട്ടില്ല. ലാക്ടോസ് ഇൻടോളറൻസ് ആണെന്നങ്ങനെ സീനൊന്നും ഇല്ലയെന്ന്. ചെറുതായിട്ട് സീനുണ്ട് കേട്ടോ. ഞാൻ നേരെ പെട്ടെന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോട്ടെ. കണ്ടോ, നല്ല സൂര്യൻ ഇങ്ങനെ ഓറഞ്ച് റെഡായിട്ട് വരുവാണ്. ഞാൻ പറഞ്ഞ ഇതാണ് ഇവിടുത്തെ സണ്ണ് ഭയങ്കര രസമാണ് കേട്ടോ. ഒന്നും ചെയ്തില്ല, വീട്ടിൽ വന്ന് ചുമ്മാ ഇരിക്കുന്നു, ഒന്നും ചെയ്തില്ല. അങ്ങനെ സക്സസ്ഫുള്ളി വീണ്ടും ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ വലിയ കാര്യത്തിൽ കാത്തീര് അവിടെ നിന്ന് വന്നിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം ചെയ്യണം, കുളിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ഞാൻ വീട്ടിൽ വന്നു, അവിടെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ സോഫയിൽ ചാർജിലിട്ടിട്ട് ഇരുന്നു. ഒരു 7:30 തൊട്ട് ആ ഒരു ഇരിപ്പായിരുന്നു ഞാൻ ഇരുന്നത്. ഇപ്പം സമയം 10 മണിയായി. പിന്നെ ഞാൻ സേറയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ റോഷ്നി വർക്ക് കഴിഞ്ഞ് വന്നു. പിന്നെ റോഷ്നിയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആൻഡ് ടുമോറോ ആക്ച്വലി ഇറ്റ്സ് August 16th. ഞാനിവിടെ വന്നിട്ട് 1 വർഷമാണ് നാളെ. സോ ഐ എം മേക്കിംഗ് എ സ്പെഷ്യൽ വീഡിയോ ഫോർ ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ടുമോറോ. ഹോപ്പ്ഫുള്ളി ഐ ഗെറ്റ് ഇറ്റ് ഡൺ ബൈ ടുനൈറ്റ്. കാരണം എൻ്റെ ഫസ്റ്റ് ഫോണിൽ എൻ്റെ ഇവിടെ വന്നിട്ടുള്ള കുറേ ക്ലിപ്സൊക്കെ അതിനകത്ത് കിടക്കുക. അതും കൂടി ഇതിനകത്ത് എടുത്തിട്ടിട്ട് കുറച്ച് മറ്റേ സങ്കടപ്പെടുന്ന പാട്ടും മറ്റേ മോട്ടിവേഷൻ പാട്ടും ഒക്കെ എനിക്ക് കുത്തി കയറ്റിയിട്ട് നാളെ രാവിലെ എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ August 17th ഇവിടെ എത്തിയെന്നാണ് എൻ്റെ ഒരു ഇതുള്ളത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എത്താനിരുന്നത് August 17th ഇവിടെ. August 16th കയറി 17th എത്തുമെന്ന്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് രണ്ടാമത്തെ ഫ്ലൈറ്റ് ഞാൻ August 14th കയറുന്നു, 16th എത്തുന്ന സംഭവമായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ ഡൽഹിയിൽ ആക്ച്വലി ഒരു ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അതായത് ഞാൻ ശ്രീലങ്കയിൽ പോയിട്ട് ഒരു ദിവസം സ്റ്റേ കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഡൽഹിയിലോട്ട് വന്നു. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. പിന്നെ അപ്പോൾ എൻ്റെ സ്നാപ്ചാറ്റിൽ ഇങ്ങനെ റിമെമ്പർ 1 year ago എന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴാണ് ഞാൻ ഓക്കെ ഫൈൻ, ഞാൻ ഇവിടെ 16th തീയതിയാണ് എത്തിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രാത്രി ഇങ്ങനെ ചുമ്മാ നടക്കാനായിട്ട് ഇറങ്ങി. എനിക്കിവിടുത്തെ എനിക്ക് എന്താണെന്നറിയില്ല, ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ കണ്ടോ? സോറി ഇത് അയ്യോ ഏതടാ, അയ്യോ സോറി കേട്ടോ, 3 പോസ്റ്റ് ലൈറ്റ് നിൽക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി അത്. അയ്യോ അത് ഇതേ കണ്ടോ, ഇത് ഒന്ന് ചൂണ്ടിക്കാണിച്ചേ. അത് തന്നെ ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. എനിവേ അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങി. നാളെ തൊട്ട് എനിക്ക് കുറേ പ്ലാനൊക്കെ ഉണ്ട്. നടക്കുമെന്നൊന്നും അറിയത്തില്ല. നാളെ തൊട്ട് ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കാൻ തീരുമാനിച്ചു. നാളെ തൊട്ട് നോക്കിക്കോ. ഞാൻ എൻ്റെ മൈൻഡിനെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പോകണം നാളെ തൊട്ട്. ഇന്ന് തൊട്ടേ ഞാൻ കൺട്രോൾ ചെയ്യുവാണ് ആക്ച്വലി. ഞാൻ പറയുന്നത് വേണം എൻ്റെ മൈൻഡും ബോഡിയും കേൾക്കാൻ. അല്ലാതെ ബോഡിയും മൈൻഡും പറയുന്നതനുസരിച്ച് ഞാൻ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി ശരിയാവില്ല. ഞാൻ ശരിക്കും ശരിയാവത്തില്ല ഇനി ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. കാരണം എൻ്റെ മെൻ്റൽ പീസും എൻ്റെ മെൻ്റൽ ഹെൽത്തും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. ഐ വോണ ഗെറ്റ് ബെറ്റർ സൂൺ. എനിക്കിനി വയ്യ, സത്യമായിട്ടും വയ്യ. നമുക്ക് വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തിയാലോ? അതോ എൻ്റെ രാത്രിയുള്ള സ്കിൻ കെയർ നിങ്ങൾക്ക് കാണണോ? അതിൻ്റെ പേരിലെങ്കിലും ഞാൻ പല്ലേച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? അതോ ഞാൻ മറന്നു പോകുമെന്ന് അറിയത്തില്ല. ഐ മൈറ്റ്. ഇല്ലടാ, ഞാൻ നിർത്താം. എന്നിട്ട് നമ്മൾ നാളെ തൊട്ട് ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ നിങ്ങളെയും കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ആണ്. ബോറിങ്, ഞാൻ എൻ്റെ വീഡിയോ തന്നെ ബോറിങ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു അടിപൊളിയായിട്ടൊരു ഈവനിങ് കുറച്ച് കാണാൻ പറ്റിയിരുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു വ്ളോഗാണെന്ന് തോന്നുന്നു. എനിവേ, ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ബൈ ബൈ ഉമ്മ. അയ്യോ.